അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ട എൻ്റെ ഒരു പഴയ തയ്യൽ മെഷീനാണ്. അപ്പോൾ തയ്യൽ മെഷീന് ഭയങ്കര ടൈറ്റ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി എണ്ണയൊക്കെ ഇട്ട് അതിൻ്റെ പൊടിയൊക്കെ ഇന്ന് കളയാമെന്നും പറഞ്ഞ് എടുത്തതാണ്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ കാണിച്ചേക്കുവാണിത്. പിന്നെ അന്നേരം ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിക്കാം. പിന്നെ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. ഒരുപാട് പേർക്കുള്ള സംശയമാണിത്, ഇങ്ങനെ ടൈറ്റായാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ എനിക്കും അറിയത്തില്ലായിരുന്നു. ഇതേമാതിരി ഇതൊക്കെ നമ്മളൊക്കെ ഓരോന്ന് ചെയ്തല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇതേമാതിരി ഞാനൊരു പഴയ ബ്രഷ് എടുത്ത് വെച്ച് അതിൻ്റെ പൊടിയും അഴുക്കും എല്ലാം ഒന്നെടുത്ത് കളയുക. ഇത് കുട്ടികൾ തയ്യൽ പഠിക്കുന്ന പഴയ ഒരു മിഷനാണ്. അപ്പോൾ അവർ കിടന്ന് ചവിട്ടി ഈ നൂല് വെട്ടി കളയുമ്പം നൂല് കയറി വീല് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ വീലിനകത്തിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ട ആ ഇടയ്ക്ക് കയറി കുരുങ്ങിക്കിടക്കും. നമ്മളറിയത്തില്ല, ഭയങ്കര ടൈറ്റ് വരും. പിള്ളേർ പറയും ഇത്താ ചവിട്ടാൻ പറ്റുന്നില്ലാത്ത ഭയങ്കര ടൈറ്റ് ഇത്താന്നൊക്കെ പറയും. അവർക്കറിയത്തില്ല ഇതൊന്നും. അവർ പഠിക്കാൻ വരുന്ന കുട്ടികളല്ല, അവർക്കറിയത്തില്ല. അവർ ചവിട്ടി ഭയങ്കര ടൈറ്റാന്ന് പറയും. പിന്നെ ഞാനെടുത്ത് നോക്കുമ്പോഴാണ് അവർ അറിയാതെ ഈ നൂലുകളൊക്കെ ഇറങ്ങി, പിന്നെ നീളമുള്ള നൂലായാലും അവരറിയാതെ പിന്നെ ഈ ഇതിനകത്ത് കിടന്ന് കുരുങ്ങിക്കിടക്കും. അപ്പം ഞാൻ ഈ ടൈറ്റ് വന്ന കാരണം എന്താണെന്നും പറഞ്ഞ് തേടി നോക്കിയപ്പം ഇത് കണ്ട സ്ക്രൂ ഡ്രൈവർ എടുത്ത് വെച്ച് നോക്കുക. രാവിലെ കയറി നോക്കിയതാണ് ഇത്. കാരണം ഇതൊക്കെ എന്നെ അടുക്കള കയറി കഴിഞ്ഞാൽ എളുപ്പമല്ല നോക്കാൻ. ഇതൊക്കെ ഇച്ചിരി സമയം പിടിക്കും ഇതൊക്കെ എടുത്ത് കളയാൻ. അതുകൊണ്ട് രാവിലെ ഞാൻ ഇതിനകത്തങ്ങ് നിന്നേത് നോക്കിയിട്ട് സ്ക്രൂ ഡ്രൈവർ എടുത്ത് സൂചി എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. ഇതെടുത്ത് കളയാതെ ചവിട്ടാൻ പറ്റത്തില്ലല്ലോ, ഭയങ്കര ടൈറ്റ്. ഈ നൂല് ഇരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം എടുത്ത് കളയുന്നത് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. എങ്ങനെ അത് നിങ്ങൾക്കൊക്കെ നല്ല എളുപ്പം നിങ്ങൾ ചാനലിൽ കയറി നോക്കിയാൽ എൻ്റെ ത്രെഡ് ആൻഡ് നീഡിൽ അടിച്ചു കൊടുത്ത് നോക്കിയാൽ കാണാം. ഞാൻ ബ്ലേഡ് എടുത്ത് നോക്കാൻ പോയി. അവസാനം ബ്ലേഡ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ബ്ലേഡ് കണ്ടില്ല. അപ്പോൾ ബ്ലേഡിന് പകരം എനിക്ക് കിട്ടിയത് ഒരു പഴയ പിച്ചാത്തിയാണ്. ഞാൻ ചെന്ന് തേടി നടന്നപ്പം പിച്ചാത്തി എടുത്ത് വെച്ച് നോക്കിയപ്പോൾ അത് എളുപ്പമായി എനിക്ക്. കാരണം ബ്ലേഡാണെങ്കിൽ കൈ മുറിയും, പിന്നെ അതിന് നീളമില്ലല്ലോ. പിച്ചാത്തി ആയപ്പോൾ നീളമുണ്ട്. ഈ പിച്ചാത്തി എടുത്ത് വെച്ച് ഞാൻ ഇതൊക്കെ ഒരു ടിപ്സാണ് കേട്ടോ. എനിക്ക് ആദ്യമായിട്ടുള്ള ഇത് കിട്ടിയപ്പം ഒരു വലിയ ഉപകാരമായി പിച്ചാത്തി. ആദ്യമായിട്ടാണ് ഈ പിച്ചാത്തിയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഓരോന്ന് പഠിച്ച് നോക്കുമ്പം അതൊക്കെ റെഡിയായി വരും. ഇതേമാതിരി പിച്ചാത്തി എടുത്ത് ഒരു മൂർച്ച, ഇത് ഇരുമ്പിനകത്ത് മൂർച്ചയുള്ളതൊന്നും എടുക്കേണ്ട, പഴയ പിച്ചാത്തി ഉണ്ടെങ്കിൽ എടുത്ത് ഇങ്ങനെ വെച്ചപ്പോൾ ആ നൂലങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ സൂചി വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ നിങ്ങളുടെ മിഷന് ഇതേമാതിരിയാണെങ്കിൽ ഇതേമാതിരി ചവിട്ടുന്നതാണെങ്കിൽ ഈ ചെറിയ മിഷനകത്തൊന്നും നിങ്ങൾ മോട്ടർ എടുത്ത് വെക്കല്ലേ. മോട്ടർ വെക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അമ്പർല മിഷൻ എടുത്ത് വെക്കണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് മേശരിമാർ പറഞ്ഞതാണ്, ഈ ചെറിയ മിഷൻ എൻ്റെ മിഷൻ എന്നും കംപ്ലൈൻറ്റാണ്, ഞാൻ വലിയ കാര്യത്തെ ചവിട്ടണ്ടല്ലോ എന്നും പറഞ്ഞ് മോട്ടറൊക്കെ എടുത്ത് വെച്ച് ഫിറ്റ് ചെയ്ത് അടിച്ച് പറത്തി കൊടുക്കും തയ്ക്കാൻ. ചവിട്ടണ്ടല്ലോ അത് ഒരു മാസം റെഡിയായിരുമ്പോഴത്തേക്കും മിഷൻ കേടാവും. അതിൻ്റെ പാഴ്സുകളെല്ലാം ഇളവി വരും, ലൂസായി പോകുന്നു. ഈ സ്പീഡ് കൂടുമ്പോൾ സ്പീഡ് കൂടുമ്പോൾ മിഷൻ്റെ പാഴ്സൊക്കെ ലൂസാവും. ഇതിനകത്ത് പിന്നെ മോട്ടർ വെക്കരുത്. പിന്നെ ഞാൻ മോട്ടർ അങ്ങ് മാറ്റിയിട്ട് ഞാൻ ചവിട്ടിയ തന്നെ ചെയ്തത്. പിന്നെ അമ്പർലാടെ മിഷൻ വാങ്ങിച്ച് മോട്ടർ വെച്ച്. അതേമാതിരി ചവിട്ടുന്ന മിഷനാണെങ്കിൽ ഇത് തന്നെ നല്ലത്. നല്ല സ്പീഡ് ഇപ്പോഴും ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളും പഠിക്കുന്നതായത്. പുതിയ തുണിയൊക്കെ അവർ ഇതിനകത്ത് കൊണ്ടുവന്ന് തയ്ക്കും. ഞാൻ പിച്ചാത്തി എടുത്ത് വെച്ച് ആ നൂലൊക്കെ ഒന്ന് എടുത്ത് കളയുക. എന്നിട്ട് സൂചി നൂലിനകത്ത് കൊരുത്തേക്കുന്ന എന്താ പറയുക, സൂചി അതും ഒരു ടിപ്സാണ്. സൂചി നമ്മൾ നൂലില്ലാതെ എടുത്തു കഴിഞ്ഞാലേ അത് തെറിച്ചെവിടെങ്കിലും പോകും നമ്മുടെ കയ്യിൽ നിന്ന്. പിന്നെ അതിൻ്റെ പുറമേ നമ്മൾ സൂചി നോക്കാൻ നടക്കണം. അപ്പോൾ ഈ നൂലാവുമ്പോഴേ നൂല് താഴെ പോയാലും അവിടെ കിടന്നോളും. നൂല് കണ്ട് കളറുണ്ടല്ലോ, താഴെ വീണാലും അവിടെ നമുക്ക് പെട്ടെന്ന് എടുക്കാം. അതുകൊണ്ടാണ് ഈ സൂചിക്കകത്ത് പിന്നെ നൂല് കൊരുത്തിട്ട് ഞാൻ ഇതേമാതിരി കുത്തി എടുത്ത് പിന്നെയും പിച്ചാത്തി വെച്ച് പിന്നെയും ഇത് വെച്ച് പൊടിയെല്ലാം എടുത്ത് ഞാൻ എണ്ണയൊക്കെ ഇടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരമാണെങ്കിൽ നിങ്ങൾ വീഡിയോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഞാനതെല്ലാം എടുക്കുവാണ്. ഞാൻ കുട്ടികളടുത്തും പറഞ്ഞു കൊടുക്കും, ഇത് നിങ്ങൾ അവരുടെ വീട്ടിൽ മിഷൻ ഉണ്ടെങ്കിൽ ഇതേമാതിരി നിങ്ങൾ കൂടെ ശ്രദ്ധിക്കണമെന്ന്. കാരണം ഭയങ്കര ടൈറ്റ് വരും. എല്ലാവരുടെ ഇതാണ് ടൈറ്റ് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന്. പക്ഷേ ഇതൊക്കെ നമ്മൾ നോക്കി ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ വെളിയിൽ നിന്ന് ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ആരെയും വിളിക്കത്തില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്യും. കാരണം പിന്നെ ചെറിയ മിസ്റ്റേക്കായിരിക്കും ഉള്ളത്. ഞാനിപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് റെഡിയാക്കുവാണ്.
ആ കറങ്ങുന്ന ഭാഗത്തെല്ലാം ഓരോ തുള്ളി എണ്ണ ഇട്ട് കൊടുക്കണം. എന്നിട്ട് താഴത്തെ ആ പെടൽ അവിടെയൊക്കെ ചവിട്ടാൻ നല്ല എണ്ണ ഇട്ട് കൊടുത്താൽ എളുപ്പമാവും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും.